വളരെ സങ്കടകരമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻറ്റിലുള്ള UAE-ലാണ്. അപ്പം നമ്മളെല്ലാവരും കുടുംബങ്ങളും ആൾക്കാരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ സമയം നമ്മളെ നാട്ടിലെ ന്യൂസ് ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് കാണിക്കുന്നത്. ഇവിടെ UAE-ൽ ഇപ്പം സംഘർഷാവസ്ഥയാണ്, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, 2 മണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത്രത്തോളം ഒരു രൂക്ഷമായ സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഞാനിപ്പം സാധാരണ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നോർമലി വർക്കിംഗ് ആണ്. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാഫിക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം സേഫാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ആൾക്കാരൊരിക്കലും നമ്മളെ ഇവിടുത്തെ സിറ്റുവേഷൻ അത്രയും പാനിക്ഡാണ് കാര്യങ്ങളാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ നോർമലായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ പഠിച്ചു സഹായിച്ച് ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല, ഇനി അങ്ങോട്ടും ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന നമ്മളെ മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട് പല സമയത്തായിട്ട്. എന്താ വെച്ചാൽ ഏതാണ്ട് 871 മിസൈലുകൾ നമ്മളെ UAE പതിക്കാത്ത രീതിയിൽ ഇവിടുന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞ്. അപ്പം ഇതൊക്കെ UAE തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ ദുബായിലെ ഭരണാധികാരികളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ രാഘവത്തോടെ ചായ കുടിച്ചും ചിരിച്ചും ആൾക്കാരെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. നമ്മളെ മെട്രോ കാര്യങ്ങളൊക്കെ ആക്റ്റീവാണ്, എല്ലാവരും പണിക്ക് പോകുന്നുണ്ട്, ഇവിടെ ട്രക്കുകൾ ഓപ്പണാണ്. അപ്പോൾ എല്ലാം ഇവിടെ ഓക്കെയാണ്. എന്തായാലും നമ്മളെ എല്ലാവരും വിളിച്ച് അന്വേഷിച്ച എല്ലാ നാട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിച്ച് എന്താണ് ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ ഫൈനല്ലേ എന്ന് വിളിച്ചു നോക്കിയാൽ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും അനിയത്തിമാരോടും അനിമാരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാട്ടിലത്തെ ന്യൂസ് ചാനൽ തുറന്നു വെച്ചിട്ട് ടെൻഷൻ അടിച്ച് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കി വെക്കണ്ട. കാരണം അത്രത്തോളം വിഷയകരമായ കാര്യമില്ല. നിങ്ങൾ അത്രയും ന്യൂസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് ന്യൂസ്, അൽ ജസീറയും ഖലീജ് ടൈംസും ഇവരെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ലൈവ് അപ്ഡേറ്റ്സ് കിട്ടും. പ്രോപ്പറായിട്ടുള്ള നാട്ടിലത്തെ ചാനലുകാർക്ക് അവർക്ക് PR റേറ്റ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. ഇവിടെ കാര്യങ്ങളൊക്കെ സേഫാണ്, നമ്മളെല്ലാവരും ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. വൺസ് അഗെയിൻ നമ്മളെല്ലാവരെയും അന്വേഷിച്ച ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളൊക്കെ സേഫെല്ലാം ചോദിച്ച ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.